ഡേറ്റാബേസ് ട്യൂട്ടോറിയൽസിൻ്റെ ഈ ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് ഡയഗ്രാംസ് ആണ്. അതിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇനി ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം. റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ആശയമാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ടേബിൾസ് കാണും അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കി. അതിൽ കുറേ എൻറ്റിറ്റീസ് കാണും. ഈ എൻറ്റിറ്റീസ് തമ്മിൽ പരസ്പരം കുറേ ബന്ധങ്ങൾ കാണും, കുറേ ഡിപ്പെൻഡൻസീസ് കാണും. അതായത് ഒരാൾ മറ്റേയാളെ ആശ്രയിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ഓരോ ഡേറ്റ മാനേജ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ഒരു മാനേജർ ആവാം അല്ലേ? അപ്പോൾ ആ കമ്പനിയിലെ ഒരു എൻറ്റിറ്റിയാണ് ഈ പറഞ്ഞ എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കരുതുന്നത് അല്ലേ? അതിലുള്ള ഒരു ആട്രിബ്യൂട്ടായിട്ട് നമുക്ക് ഈ മാനേജറിനെ പറയാം. ആ എൻറ്റിറ്റിയെ വിശേഷിപ്പിക്കുന്ന ഒരു ഘടകമാണ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജർ വേറൊരു എൻറ്റിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു കമ്പനി ആണെങ്കിൽ അതിൽ കുറേ എൻറ്റിറ്റീസ് കാണും. നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സുകളിലൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള വേറൊരു എൻറ്റിറ്റിയാണ് ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ കമ്പനിയിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കാണും, കുറേ എംപ്ലോയീസ് കാണും, കുറേ പ്രോജക്ട്സ് കാണും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരു IT കമ്പനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റ് കാണും, അവിടെ എംപ്ലോയീസ് കാണും, അവിടെ അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് വേറെ കമ്പനീസ് കാണും, അവരുമായിട്ടുള്ള പാർട്ട്നേഴ്സ് കാണും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും. ആ കമ്പനിയിലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഓരോന്നിലും പ്രോജക്ട്സ് കാണും അല്ലേ? അപ്പോൾ ഇതിൽ ഒരു മാനേജറിൻ്റെ കാര്യം അല്ലെങ്കിൽ ഒരു റോൾ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാനേജർ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മാനേജ് ചെയ്യുന്ന ആളാണ് ഒരു മാനേജർ എന്ന് പറയുന്നത്. ഇനി ആ മാനേജർ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു എൻറ്റിറ്റിയാണ്, അത് നമുക്കറിയാം. അപ്പോൾ അത് ഒരു റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പറയാം. അതായത് എംപ്ലോയി എൻറ്റിറ്റിയിലുള്ള മാനേജർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിനെ എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു. സോ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് മാനേജസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് അവർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പറയാം. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിൻ്റെ കേസ് എടുക്കാം നമുക്ക്. അതായത് നമ്മുടെ ഒരു പ്രോജക്റ്റിൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, ലൈക്ക് കൺട്രോളിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ കൺട്രോളിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആ പ്രോജക്റ്റിനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളൊരു ആശയമാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺട്രോളിങ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിയുമായിട്ടൊരു ബന്ധം നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ അത് ഒരു റിലേഷൻഷിപ്പാണ്. അതും നമുക്കൊരു റിലേഷൻഷിപ്പായിട്ട് കരുതാം. അതുപോലെ തന്നെ ഇനി സൂപ്പർവൈസർ ഒരു എംപ്ലോയി ആണ്. ഒരു കമ്പനിയിൽ ഒരു മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ആ കമ്പനിയിലൊരു എംപ്ലോയി ആണ്. ഇനി അയാൾ എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു. ആരെ? മറ്റ് എംപ്ലോയികളെ മാനേജ് ചെയ്യുന്നു. അപ്പോൾ അയാൾ ഒരു എംപ്ലോയി ആയിട്ട് കൂടി അയാൾ മറ്റ് എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നു. സോ സൂപ്പർവൈസറും എംപ്ലോയിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ അല്ലെങ്കിൽ അതിലേറെ തരത്തിൽ നമുക്ക് ഒരു റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എൻറ്റിറ്റിയും, ഇഫ് ദർ ഇസ് എൻറ്റിറ്റി 1, മറ്റൊരു എൻറ്റിറ്റി ഉണ്ട് എൻറ്റിറ്റി 2, ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇനി റിലേഷൻഷിപ്പ് ടൈപ്സ്, സെറ്റ്സ് ആൻഡ് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റിലേഷൻഷിപ്പ് ടൈപ്പ് അഥവാ R എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് N എൻറ്റിറ്റി ടൈപ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് E1, E2, E3 അങ്ങനെ ഈ N വരെയുള്ള എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള കുറേ ബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് കാണും അല്ലേ? ആ റിലേഷൻഷിപ്സിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിനെ എല്ലാത്തിനെയും നമുക്ക് ഒരു എൻറ്റിറ്റിയും വേറൊരു എൻറ്റിറ്റിയും തമ്മിൽ ഒന്നിലധികമോ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഒന്നിലധികമോ റിലേഷൻഷിപ്സ് കാണും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് റിലേഷൻഷിപ്പ് സെറ്റ് എന്നും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് മാത്തമാറ്റിക്കലി എങ്ങനെയാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ,
റിലേഷൻഷിപ്പ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ആർ ആണ്. അത് ഉദ്ദേശിച്ചിരിക്കുന്നത് RI, അതായത് N ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ ഓരോ എൻറ്റിറ്റിയിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്, ആ റിലേഷൻഷിപ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പല എൻറ്റിറ്റീസ് ഉണ്ട് എങ്കിൽ E1, E2, E3 ഇങ്ങനെ പല എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ അവ എല്ലാത്തിൻ്റെയും കൂടെ ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സെറ്റിനെ പറയാം. അതായത് എല്ലാ എൻറ്റിറ്റീസും തമ്മിലുള്ള ബന്ധത്തിന് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? E1 ക്രോസ് E2 ക്രോസ് E3 ക്രോസ് അങ്ങനെ En വരെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതിയാവും. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ്, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവ E1, E2, E3 ഒക്കെ ഒരു R എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആണ്. അതായത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു എംപ്ലോയി ഉണ്ട് E1, അയാൾ എന്ത് ചെയ്യുന്നു? ഡിപ്പാർട്ട്മെൻറ്റ് D1 വേണ്ടി വർക്ക് ചെയ്യുന്നു. സോ E1 വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് D1. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആയിട്ട് പറയാം. ഇതുപോലെ ഒന്നിലധികം ഇൻസ്റ്റൻസുകൾ ചേർന്നിട്ടാണ് ഒരു റിലേഷൻഷിപ്പ് സെറ്റ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വേറൊരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക്സ് ഫോർ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് വെച്ച് ഓരോ എംപ്ലോയീനെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു എംപ്ലോയി റിലേഷൻ മറ്റൊരു എൻറ്റിറ്റി, അതായത് ഒരു എംപ്ലോയി അതിൻ്റെ റിലേഷനാണ് വർക്ക്സ് ഫോർ, മറ്റൊരു എൻറ്റിറ്റിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് D1. അങ്ങനെയാണെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ഈ ഓരോ എണ്ണം നോക്കുമ്പോഴും എത്ര റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് ആണ് ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് വരച്ചെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ എഴുതി വയ്ക്കാൻ പറ്റുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി റിലേഷൻഷിപ്പ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിയും വേറൊരു എൻറ്റിറ്റിയും തമ്മിലൊരു റിലേഷൻഷിപ്പിലുണ്ടെന്ന് വിചാരിക്കുക. അതായത് E1 ഈസ് ഹാവിങ് എ റിലേഷൻഷിപ്പ് വിത്ത് E2 എന്ന് പറയുന്ന എൻറ്റിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എത്ര പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ് ഉണ്ട്? ഇവിടുത്തെ കേസിൽ എത്രയാണ്? 1, 2 എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ പല ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം. ഓരോന്നിലും ഓരോ എൻറ്റിറ്റീസും അല്ലെങ്കിൽ ഈ എൻറ്റിറ്റികളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കാം. ഒരിക്കലും E1 റിലേറ്റഡ് ടു E2 അങ്ങനെ നമുക്ക് പറഞ്ഞു നിർത്താൻ സാധിക്കില്ല. ചിലപ്പോൾ E1 റിലേറ്റഡ് ടു E2 ആവാം, E1 റിലേറ്റഡ് ടു വേറെ എൻറ്റിറ്റീസ് കാണും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഇതിപ്പോൾ ഒറ്റ റിലേഷൻഷിപ്പാണ് R1. ഈ റിലേഷൻഷിപ്പിൽ ആരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര എൻറ്റിറ്റീസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻഷിപ്പ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഒരു എംപ്ലോയി ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ബൈനറി റിലേഷൻഷിപ്പാണ്. കാരണം E1 എന്ന് പറയുന്ന എംപ്ലോയി വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് D1. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര എൻറ്റിറ്റീസ് വരുന്നുണ്ട്? ഒരു എൻറ്റിറ്റി എംപ്ലോയി എന്ന് പറയുന്ന എൻറ്റിറ്റിയും വരുന്നുണ്ട്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയും വരുന്നുണ്ട്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ബൈനറി റിലേഷൻഷിപ്പ്. കാരണം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസിൻ്റെ എണ്ണം 2 ആണ്. ഇനി ടേണറി റിലേഷൻഷിപ്പ് ഉണ്ട്. അവിടെ എന്ന് പറയുന്നത് 3 എൻറ്റിറ്റികൾ വരികയാണെങ്കിൽ നമ്മൾ ടേണറി റിലേഷൻഷിപ്പ് എന്നാണ് നമ്മളവിടെ പറയുന്നത്. അതായത് ഒരു യൂണിവേഴ്സിറ്റി അല്ലേ, ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു ടീച്ചർ കാണും. ആ ടീച്ചർ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കും, ആ സബ്ജക്റ്റ് ഒരു കോഴ്സുമായിട്ട് മാപ്പ് ചെയ്തേക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും നമുക്ക് എൻറ്റിറ്റി മാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എൻറ്റിറ്റി പറയാൻ പറ്റുക? ടീച്ചർ T1, സബ്ജക്റ്റ് S1, കോഴ്സ് C1 അല്ലേ. അതായത് ഇവിടെ എത്ര എൻറ്റിറ്റീസാണ് ഈ റിലേഷൻഷിപ്പ്? ഇത് ഇത്രയും കൂടെ എന്താണ്? ഒരൊറ്റ റിലേഷൻഷിപ്പാണ് ഇവരെല്ലാവരും തമ്മിലുള്ളത്. സോ ഇതിൽ എത്ര എൻറ്റിറ്റീസാണ് ഈ ഒറ്റ റിലേഷൻഷിപ്പിൽ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? 1, 2, 3. സോ ഇതിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ എൻറ്റിറ്റീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. സോ ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേണറി റിലേഷൻഷിപ്പ്. ഇനി യൂണറി റിലേഷൻഷിപ്പും ഉണ്ട്. അതായത് ഒരു എൻറ്റിറ്റിക്ക് അതുമായിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക്
എന്താണ് യൂണറി റിലേഷൻഷിപ്പ് എന്ന് പറയാം. യൂണറി, ബൈനറി, ടേണറി. ഇനി യൂണറിയുടെ ഒരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ സൂപ്പർവൈസർ ഒരു എംപ്ലോയി ആണ്. മാത്രമല്ല അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് എംപ്ലോയീസിനെ സൂപ്പർവൈസും ചെയ്യുന്നുണ്ട്. സോ അയാൾ തന്നെ ഒരു എംപ്ലോയി ആയതുകൊണ്ട് നമ്മുടെ സൂപ്പർവൈസർ ഈസ് റിലേറ്റഡ് ടു സൂപ്പർവൈസർ അല്ലേ. സോ അതിനെ നമുക്കൊരു യൂണറി റിലേഷൻഷിപ്പ് ആയിട്ട് പറയാം. ഇനി റിലേഷൻഷിപ്പിനെ ആട്രിബ്യൂട്ട് ആയിട്ട് കരുതുന്നത് എന്തുകൊണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഈ ഡേറ്റാബേസിൽ നമ്മൾ പല എൻറ്റിറ്റീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് നമുക്ക് എൻറ്റിറ്റീസിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു റിലേഷൻഷിപ്പിനെ ആട്രിബ്യൂട്ടായിട്ട് കരുതാം. നമുക്ക് കുറച്ചുകൂടെ എളുപ്പം വരുന്നതിന് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പിനെ നമുക്ക് ആട്രിബ്യൂട്ടായിട്ട് കരുതാം. അതായത് ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ ഒരു എംപ്ലോയി ഒരു എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടായിട്ട് കരുതി കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് രണ്ട് എൻറ്റിറ്റീസിനെ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി അതിന് രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്നുകിൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ ആദ്യത്തെ എൻറ്റിറ്റിയുടെ മാത്രം ആട്രിബ്യൂട്ടായിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് എൻറ്റിറ്റീസിനെയും കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ആട്രിബ്യൂട്ടായിട്ട് അവരെ എഴുതാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ താഴത്തെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിൾ എനിക്കുണ്ട്. അതിൽ ഒരു കീ ആയിട്ട് അല്ലെങ്കിൽ അതിലൊരു വാല്യൂ ആയിട്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ എംപ്ലോയിയും ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കീ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് എംപ്ലോയിയിൽ മാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ എനിക്കൊരു എംപ്ലോയി ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ളതാണെന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന വാല്യൂ വെച്ച് മനസ്സിലാക്കാം. ആ വാല്യൂ ഉപയോഗിച്ച് എനിക്ക് ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ പോയാൽ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും. ഇനി ഒരു എൻറ്റിറ്റി ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ചെയ്യുന്നത് അതിനെ നമുക്ക് റോൾ എന്ന് പറയാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനിവിടെ എംപ്ലോയി വർക്കിനെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ വർക്ക് എന്ന് പറയുന്നത് അവിടെ ആ എംപ്ലോയി ചെയ്യുന്ന റോളാണ്. അപ്പോൾ റോള് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ പറയുന്ന റിലേഷൻഷിപ്പിൽ എന്താണ് അവിടെ നടക്കുന്നത്, ആ രണ്ട് എൻറ്റിറ്റീസും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണുള്ളത് എന്ന് റോള് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി റിക്കേഴ്സീവ് റിലേഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോവാം. ഇനി റോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി റോൾ എപ്പോഴും ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരാം. നമ്മൾ റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഒരു റോള് പറയണോ എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കിയാൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കലി നമുക്ക് ഒരു റിലേഷൻഷിപ്പ് പറയുമ്പോൾ അതിൻ്റെ റോള് എന്താണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ചില സമയത്ത് ഒരേ എൻറ്റിറ്റി തന്നെ ഒന്നിലധികം റിലേഷൻഷിപ്പിൽ പല റോളിലായിട്ടായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭം പറയുകയാണെങ്കിൽ നമുക്ക് റോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ എൻറ്റിറ്റിയും അല്ലെങ്കിൽ ഒരേ എൻറ്റിറ്റി തന്നെ എങ്ങനെയാണ് ഓരോ റിലേഷൻഷിപ്പിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഒരാളുടെ റോൾ എന്താണ്, ആ ഒരു സംഭവത്തിൽ അയാളുടെ റോൾ എന്താണെന്ന് നമുക്ക് ആ പറഞ്ഞ റോള് നേരത്തെ കൂട്ടി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ റോള് വളരെ അത്യാവശ്യമായിട്ട് മാറും. ഇനി അങ്ങനെ ഒരു എൻറ്റിറ്റി തന്നെ ഒന്നിലധികം റിലേഷൻഷിപ്പിൽ പല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി സൂപ്പർവിഷൻ റിലേഷൻഷിപ്പ് ടൈപ്പ് ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. കാരണം ഒരു എംപ്ലോയിയും ഒരു സൂപ്പർവൈസറും എടുത്തു കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസറിനെ ഒരു എംപ്ലോയി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി എംപ്ലോയി എന്ന് പറയുന്ന ഒരു കോമൺ എൻറ്റിറ്റി ഉണ്ടല്ലേ. നമ്മുടെ എംപ്ലോയി എന്ന് പറയുന്ന ഒരു കോമൺ എൻറ്റിറ്റി നമുക്കുണ്ട്. ആ കോമൺ എൻറ്റിറ്റിയിലെ മെമ്പറാണ് സൂപ്പർവൈസർ. ഇനി അതേസമയം അയാൾക്കുള്ള മറ്റൊരു പ്രത്യേകത, അയാൾ മറ്റുള്ള എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. അത് ഒരു പ്രത്യേകതയാണ്. സോ സൂപ്പർവൈസർ
supervises other employees. ഇനി അതേ സമയത്ത് തന്നെ ആ സൂപ്പർവൈസർ ഒരു എംപ്ലോയി അയാൾക്കും മേളിൽ വേറൊരു എംപ്ലോയി ഉണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യപ്പെടാം? സൂപ്പർവൈസ് ചെയ്യപ്പെടാം, സൂപ്പർവൈസി ആവാം അല്ലേ, ഓഫ് അനദർ എംപ്ലോയി. അതായത് ഈ പറഞ്ഞ സൂപ്പർവൈസറിന് മുകളിൽ വേറൊരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ ഈ സൂപ്പർവൈസർ എന്ന് പറയുന്ന എംപ്ലോയിയും എന്താവാം? സൂപ്പർവൈസ് ചെയ്യപ്പെടാനും ഉള്ള ഒരു സാഹചര്യമുണ്ട്. സോ ഒരു എംപ്ലോയി ഒരു സൂപ്പർവൈസർ ഒരേ സമയം ഒരു എംപ്ലോയി ആയിട്ടും മാറുന്നു, കാരണം അയാളെ സൂപ്പർവൈസ് ചെയ്യാൻ വേറെ ആളുണ്ട് അതുകൊണ്ട്. അതേപോലെ തന്നെ ഒരു എംപ്ലോയിയെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളായിട്ടും മാറുന്നു. സോ ഒരേ എൻറ്റിറ്റിക്ക് തന്നെ ഒരേ ആട്രിബ്യൂട്ടിന് തന്നെ എന്താണ് ഡിഫറെൻ്റ് റിലേഷൻസ് അല്ലെങ്കിൽ റോൾസ് അവിടെ വരുന്നുണ്ട്. സോ ദിസ് കൈൻഡ് ഓഫ് റോൾസ് അല്ലെങ്കിൽ റോൾസ് വരുന്നുള്ള റിലേഷൻസിനെ നമുക്ക് റിക്കേഴ്സീവ് റിലേഷൻ എന്ന് പറയാം. ഇനി റിലേഷൻഷിപ്പ് കോൺസ്ട്രെയിൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ റിലേഷൻഷിപ്പിന് കുറച്ച് നിയമങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു എൻറ്റിറ്റിയും ഒരു E1 എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്, ഒരു E2 എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആവാവൂ എന്ന് നമ്മൾ കുറേ കണ്ടീഷൻസ് വെച്ചേക്കുകയാണെങ്കിൽ, കണ്ടീഷൻസ് ആണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് അല്ലേ. ആ കൺസ്ട്രെയിൻസ് നമ്മൾ വച്ചിട്ടുണ്ടെങ്കിൽ ആ കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു റിലേഷനിൽ ആ പറഞ്ഞ എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയി റിലേഷൻ ആവാം, അല്ലെങ്കിൽ ഓരോ എൻറ്റിറ്റീസും ആ റിലേഷനിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കോൺസ്ട്രെയിൻസ് വെച്ച് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതായത് ഞാൻ ഇപ്പോൾ പറയാണ്, ഒരു എംപ്ലോയിക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന വേറൊരു കേസ് എടുക്കാം. ഒരേ എംപ്ലോയിക്ക് തന്നെ എന്ത് ചെയ്യാം? ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ജോലി ചെയ്യാം ഒരേ സമയം, കാരണം കമ്പനി ഒന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനാണ് ആദ്യം ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഒരു പുതിയ മാനേജ്മെൻറ്റ് വന്നപ്പോൾ അവിടെ ഉണ്ടായ മാറ്റമാണ് ഒരു എംപ്ലോയിക്ക് ഒരേ സമയം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. അതായത് നമ്മുടെ എംപ്ലോയി എൻറ്റിറ്റിക്ക് ഉണ്ടായ ഒരു നിയന്ത്രണം, ആ നിയന്ത്രണം വെച്ച് നമ്മൾ എംപ്ലോയി എൻറ്റിറ്റിയെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിയിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ നിയന്ത്രിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിയന്ത്രണങ്ങളെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി കൺസ്ട്രെയിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിനെ രണ്ട് തരത്തിൽ തിരിക്കാം. കാർഡിനാലിറ്റി കൺസ്ട്രെയിൻസും ഉണ്ട്, പാർട്ടിസിപ്പേഷൻ കോൺസ്ട്രെയിൻസും ഉണ്ട്. ഇനി ഇവ എന്താണെന്ന് നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. ഒരു ലെക്ചറും കൂടെ ഇനി ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. മീൻവൈൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ സേഫ് ആണെന്ന് വിചാരിക്കുന്നു. കോവിഡ് സിറ്റുവേഷൻ ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ഈ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. മാത്രമല്ല കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് ഈ ഒരു ഭാഗമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ മനസ്സിലായി കാണാൻ ഇടവരില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീവിയസ് ലെക്ചേഴ്സ് എല്ലാം നിങ്ങൾ കേൾക്കുക. അതായത് ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് മുമ്പേ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ER ഡയഗ്രാമിനെ കുറിച്ചും ഡേറ്റാബേസ് സ്കീമ, എൻറ്റിറ്റി എന്താണ്, റിലേഷൻഷിപ്പ് ആദ്യമായിട്ടാണ് എടുത്തതെങ്കിൽ എൻറ്റിറ്റി എന്താണെന്നുള്ള കോൺസെപ്റ്റൊക്കെ പ്രീവിയസ് ലെക്ചേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇതിൽ ഇപ്പോൾ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് വ്യക്തമാവുകയില്ല. അതുകൊണ്ട് ആ വീഡിയോസും കൂടെ ഒന്നുകൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോകളിലേക്ക് വരിക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ നിങ്ങളുടെ റെഫറൻസിനായിട്ട് ഉപയോഗിക്കുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. ഇനിയും വീഡിയോസ് ഉണ്ടാക്കാനുള്ള പ്രചോദനം നൽകുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.